ഗുഡ് ഈവനിങ് എവ്രി വൺ. ഗുഡ് ഈവനിങ്. എന്നെ കേൾക്കുന്നുണ്ടോന്ന് വിശ്വസിക്കുന്നു. എന്നെ കേൾക്കുന്നുണ്ടോ? സീനത്തെ കേൾക്കുന്നുണ്ടോ? യെസ്. കേൾക്കുന്നില്ലേ? ആ, ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ സെഷൻ ഈസ് ഓൺ സ്പീക്കിംഗ്. സോ അതിന് മുന്നേ നമുക്ക് സ്പീക്കിംഗ് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം ഒന്ന് സൈലൻ്റ് ആയിട്ട് കേൾക്കാം. ഓക്കെ, കാരണം ദ ഫസ്റ്റ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ സ്കിൽ നമ്മൾ പഠിച്ചെടുക്കേണ്ടത് ലിസ്ണിംഗ് സ്കില്ലും കൂടിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്പീക്കിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഒരു ചെറിയൊരു പ്രോസസ്സിലൂടെ നമുക്ക് കടന്നു പോകാം. ഐ ഹോപ്പ് എവരിബഡി ഈസ് കംഫർട്ടബിൾ. അപ്പോൾ നമുക്കൊരു ചെറിയ പ്രോസസ്സിലൂടെ കടന്നു പോകാം. ഓക്കെ. ഓക്കെ, നമുക്ക് തുടങ്ങാം. വെൽക്കം ടു റിലാക്സേഷൻ മെഡിറ്റേഷൻ. കംഫർട്ടബിൾ ആയ ഒരിടത്ത് സ്വസ്ഥമായി ഒട്ടും ആയാസമില്ലാതെ നട്ടെല്ല് നിവർന്ന് കാലുകൾ നിലത്തുറപ്പിച്ച് ഇരിക്കുക. കണ്ണുകൾ മെല്ലെ അടക്കുക. സ്ലോലി ഒരു ദീർഘശ്വാസം മൂക്കിലൂടെ എടുക്കുക. ഈസി ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക വായിലൂടെ. Again, take a deep breath in. ബ്രീത്ത് ഇൻ ചെയ്യുമ്പോൾ സമാധാനം ഉള്ളിലേക്ക് കടക്കുന്നതായും ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ടെൻഷൻ പുറത്തേക്ക് പോകുന്നതായും വിഷ്വലൈസ് ചെയ്യാം. Take a deep breath in. Breathe out. ഇനി മെല്ലെ നിങ്ങളുടെ ബ്രീത്തിങ് നിങ്ങളുടെ ആ സ്റ്റഡി താളത്തിൽ തന്നെ പോകട്ടെ. ഒട്ടും ഫോഴ്സിങ് വേണ്ട. ഇനി നിങ്ങളുടെ അവയർനെസ് നിങ്ങളുടെ തലയുടെ മുകളിൽ കൊണ്ടുവരാം. ഫീൽ ചെയ്യുക നിങ്ങളുടെ തലയോട്ടിയെ. തലയോട്ടി എത്ര സോഫ്റ്റ് ആണ്. നിങ്ങളുടെ ഫോർഹെഡ് എത്ര സ്മൂത്ത് ആണ്. നിങ്ങളുടെ ഐബ്രോസ് റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ കണ്ണുകൾ കംഫർട്ടബിൾ ആയിട്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചീക്സ്, ജോസ്, ടങ് എല്ലാം റെസ്റ്റിലാണ്. നിങ്ങളുടെ കഴുത്ത് ലൂസൺ ആയിട്ടുണ്ട്. നിങ്ങളുടെ ഷോൾഡേഴ്സ് ഇയേഴ്സിൽ നിന്ന് ദൂരെ മെൽറ്റ് ഡൗൺ ചെയ്യാണ്. റിലാക്സ്. ഫീൽ ദ റിലാക്സേഷൻ ഫ്ലോയിങ് ഇൻ ടു യുവർ ആം, elbows, forearms, hands, right down to your fingertips. Take a deep breath in. Breathe out. നിങ്ങളുടെ വയറ് സോഫ്റ്റ് ആയിട്ടുണ്ട്. നിങ്ങളുടെ ബാക്ക് സൈഡ് റിലാക്സ് ചെയ്യാണ്. നിങ്ങളുടെ തൈസ്, നീസ്, കാലുകൾ എല്ലാം റിലാക്സ്ഡ് ആണ്. നിങ്ങളുടെ എൻറ്റയർ ബോഡി ഇപ്പോൾ റെസ്റ്റിങ്ങിലാണ്, സേഫ് ആണ്. റിലാക്സ്, റിലാക്സ്, റിലാക്സ്. ഇനി മെല്ലെ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ ബ്രത്തിലേക്ക് കൊണ്ടുവരാം. അല്ല, ഒട്ടും ആയാസം കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നോട്ടീസ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങൾ ശ്വാസം വലിക്കുന്നതെന്നും ശ്വാസം പുറത്തേക്ക് വിടുന്നതെന്നും. ഓരോ ശ്വാസം നിങ്ങൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ തോട്ട്സ് വരുന്നുണ്ട്. ദാറ്റ് ഈസ് ഓക്കെ. അവർ വന്നോട്ടെ, നിൽക്കോട്ടെ. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക, നിങ്ങൾ ആ ചിന്തയെ ഒരു ഇലയുടെ മേലെ വെച്ച് അത് ഒരു ഫ്ലോട്ടിംഗ് റിവറിൽ വെക്കുകയാണ്. ആ റിവർ അതിനെ ഇങ്ങനെ ഒഴുക്കി 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 ദൂരെ കൊണ്ടുപോവാണ്. യെസ്, നിങ്ങൾ പഠിക്കുകയാണ് ദ ആർട്ട് ഓഫ് ലെറ്റിംഗ് ഗോ.
ഇനി ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങൾ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണുള്ളത്. എന്തു ആയിക്കോട്ടെ, ഒരു ബീച്ചോ, ഒരു മൗണ്ടനോ, ഇല്ലെങ്കിൽ സിംപ്ലി ഒരു ക്വയറ്റ് റൂം. ഒന്ന് ആ കളേഴ്സൊക്കെ നോട്ടീസ് ചെയ്ത് അവിടുത്തെ ടെമ്പറേച്ചർ എന്താണ്, എന്തൊക്കെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്, നിങ്ങൾക്ക് എത്ര പീസ്ഫുൾനെസ് തോന്നുന്നുണ്ട്. ഫീൽ ദ കാംനെസ്, പീസ്, റിലാക്സ്, റിലാക്സ്, റിലാക്സ്. നിങ്ങളിപ്പോൾ ഉള്ള ആ ഒരു റിലാക്സ്ഡ് സ്പേസിൽ സ്വസ്ഥമായി സ്വന്തത്തിനോട് പറയുക, ഐ എം സേഫ്, ഐ എം കാം, ഐ എം ഗ്രൗണ്ടഡ്, ഐ ഡിസേർവ് പീസ്. റിലാക്സ്, കംപ്ലീറ്റ് റിലാക്സേഷൻ. ഇനി പതിയെ നിങ്ങളുടെ ഹോൾ ബോഡി ഒന്ന് നോട്ടീസ് ചെയ്യാം. And take a deep breath in. Slowly breathe out. Again, take a deep breath in. Slowly, slowly breathe out. എപ്പോഴാണോ നിങ്ങൾ റെഡി ആവുന്നത്, അപ്പോൾ പതിയെ കണ്ണുകൾ തുറന്ന് കൈകൾ കൂട്ടിത്തിരുമ്മി മുഖത്ത് പതിച്ച് ഒരു ചെറു പുഞ്ചിരിയോടെ നമുക്ക് നമ്മളുടെ ഇന്നത്തെ മെഡിറ്റേഷൻ ഇവിടെ നിർത്താം. താങ്ക് യു. എല്ലാവരും തിരിച്ചു വന്നോ? ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മെസ്സേജ് വരുന്നത് എന്തുകൊണ്ടാ? മെസ്സേജസ് വരുന്നുണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ ഈ ലിങ്ക് തന്നെയല്ലേ കിട്ടിയേ? ഓക്കെ, പീപ്പിൾ ആർ കമ്മിങ് ഐ ഗസ്. ഓക്കെ, ഒരു മിനിറ്റ്, ഒന്ന് ഞാൻ ഈ ആൻസർ ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോട്ടെ. കുറച്ച് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. റൈറ്റ്, എല്ലാവർക്കും എന്താ ഫീൽ ചെയ്യുന്നത്? റിലാക്സ്ഡ് ഫീലിംഗ് ഉണ്ടോ? ഹൗ ഡു യു ഫീൽ നൗ? പറയൂ. ഇത് പബ്ലിക് സ്പീക്കിംഗ് ഡെമോ സെഷൻ ആണ് കേട്ടോ, അപ്പൊ എല്ലാവരും സംസാരിക്കണം, ഇവിടെ മാക്സിമം സംസാരിക്കാം. എന്താ തോന്നുന്നേ? എന്നെ കേൾക്കാഞ്ഞിട്ടാണോ ആരൊന്നും മിണ്ടാത്ത? എന്ത് പറ്റി? ഹലോ സാബിറ മാം, എന്നെ കേൾക്കുന്നില്ലേ? ആക്ച്വലി നിങ്ങളുടെ ആരെയും വീഡിയോ ഓൺ അല്ല, പിന്നെ നിങ്ങളെ സൗണ്ടും ഇല്ലാത്തപ്പോൾ ഐ ആം ഓൾസോ ഫീലിംഗ് നെറ്റിന്റെ പ്രശ്നമുണ്ടോ? ഓക്കെ, അപ്പൊ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു അല്ലേ, അതാണ് ആരും ഒന്നും മിണ്ടാത്തത്. ഞാൻ ഇങ്ങനെ വിചാരിക്കാം, ഞാൻ നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഐ എം നോട്ട് ഗെറ്റിംഗ് എനി ആൻസർ. ഇപ്പൊ എന്നെ കാണുന്നുണ്ടോ, കേൾക്കുന്നുണ്ടോ? എന്നെ കാണാനും കേൾക്കാനും പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, താങ്ക് യു. അത് ഒന്ന് നെറ്റ് പോയിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു ആർക്കും എന്നെ കേൾക്കുന്നില്ലേന്ന്. ഓക്കെ, ഫൈൻ. കമ്മിങ് ടു അവർ സെഷൻ. ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും എന്നെ അറിയുന്നവർ തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. എന്നാലും ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. ഐ എം ലൈല നസീം, ഐ എം എ ലൈഫ് കോച്ച്. ബേസിക്കലി ഞാൻ പഠിച്ചിറങ്ങിയത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. പിന്നീടാണ് എൻ്റെ പാഷനറ്റ് ഏരിയ ആയ ട്രെയിനിങ് ആൻഡ് കോച്ചിങ് ഫീൽഡിലേക്ക് വന്നത്. ഐ എം എ പബ്ലിക് സ്പീക്കിംഗ് മെൻറ്റർ ഓൾസോ. പിന്നെ ഇപ്പം പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങും ചെയ്യുന്നതുകൊണ്ട്. സോ പാസ്റ്റ് അറൌണ്ട് 10 ഇയേഴ്സിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഈ ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഫീൽഡിൽ. ഈ LN ഇമ്പാക്ട്സിൻ്റെ ഫൗണ്ടറും കൂടിയാണ് ഞാൻ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് പബ്ലിക് സ്പീക്കിങ്ങിന്റെ ഡെമോ സെഷനുമായിട്ടാണ്. അപ്പൊ ഇത് നമ്മൾ ലൈവായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. ബട്ട് ബിഫോർ വി ബിഗിൻ, എന്താണ്
ആദ്യം നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്താണെന്ന് അറിയണ്ടേ? സ്പീക്കിംഗ് എന്താണ്? പറയണേ. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രീകുമാരി മാം എന്ന് പറഞ്ഞോ. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാരും ഇപ്പൊ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലേ? സംസാരിക്കൽ. സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സംസാരിക്കൽ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് യെസ് നോ എന്നൊക്കെ പറയണേ, ഇല്ലെങ്കിൽ ഞാൻ Say out ആക്കും. something. I told ma'am, say something. when you say something it is speaking. Fine. അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? Speaking in front of people. Good. So speaking in front of a group of people is called public speaking. ശരിയാണ്. അപ്പൊ പബ്ലിക് സ്പീക്കിങ്ങിനെ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. അതിൻ്റെതായ ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഒരു പർപ്പസ് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ അത് എൻ്റർടൈൻമെൻറ്റിനെ ആയിരിക്കാം, ഇൻഫോർമേഷനെ ആയിരിക്കാം, ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടാനായിരിക്കാം, അല്ലേ? അവരെ പെർസ്വേഡ് ചെയ്യാനായിരിക്കാം, അവരെ ഇൻസ്പയർ ചെയ്യിക്കാനായിരിക്കാം, മോട്ടിവേറ്റ് ചെയ്യാനുമായിരിക്കാം. അപ്പം എന്തെങ്കിലുമൊക്കെ ഒരു ഇൻറ്റൻഷനും ഉണ്ടാവും, അതിൽ ഒരു പർപ്പസ് ഉണ്ടാവും. ആൻഡ് ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഡെലിവറിങ് ദ സ്പീച്ച് ഓർ പ്രസൻറ്റേഷൻ ഇൻ ഫ്രണ്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അപ്പൊ പബ്ലിക് സ്പീക്കിംഗ് ശരിക്ക് പഠിച്ച ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് ഇപ്പൊ ഈ ഒരൊറ്റ സെന്റൻസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ? ഓക്കെ, Yes. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അവരെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യാം, അവരെ ഇൻഫോം ചെയ്യാം എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഇതിനെക്കൊണ്ട് പല ഗുണങ്ങളുണ്ടല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ ടെൽ യു, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, അതൊരു ടാലന്റ് അല്ല. ടാലന്റ് എന്ന് പറയുന്നത് നമുക്ക് ജന്മസിദ്ധമായിട്ട് നമ്മളെ കുടുംബ പാരമ്പര്യമൊക്കെ ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന ഒരു സംഭവം. സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴാണോ ആവശ്യം നമുക്ക് പഠിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് സ്കില്ല്. വേറൊരു സ്കില്ലും കൂടി എനിക്ക് പറഞ്ഞുതരാം. പബ്ലിക് സ്പീക്കിംഗ് ഒരു സ്കില്ലാണെന്ന് ഞാൻ പറഞ്ഞു. വേറെ എന്തെങ്കിലും ഒരു സ്കില്ല് ആരെങ്കിലും പറഞ്ഞുതരോ? നിങ്ങൾക്കുള്ള സ്കില്ലായാലും മതി, പറയൂലേ? ഒരു സ്കില്ല്, നിങ്ങൾ പഠിച്ചെടുത്ത ഏതെങ്കിലും ഒരു സ്കില്ല്. പാട്ടുപാടല് പൊതുവെ പറയാറ് ടാലന്റ് എന്നാട്ടോ. കാരണം അത് പൊതുവെ ഇങ്ങനെ കിട്ടി വരുന്നതാ, ഒരു ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. പാട്ട് പൊതുവെ നമ്മൾ പറയാ ടാലന്റ് എന്നാ. കവിത എഴുതൽ അങ്ങനെ തന്നെയോ? ഏത്? കവിത എഴുതൽ, പ്രസംഗമൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. പ്രസംഗിക്കലൊക്കെ അങ്ങനെ പ്രസംഗം എടുത്താണ്. നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ കവിത എഴുത്തൊന്നും നമുക്ക് ഒരാൾക്കത് പഠിപ്പിച്ചു കൊടുക്കാൻ ജന്മസിദ്ധ. പറ്റൂല. അത് നമ്മൾ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു സംഭവമാണ്. അപ്പൊ അതെ, അതെ. വേറെന്താണ്? മാർഷൽ കഥ എഴുത്തും. മാർഷൽ ആർട്സിലെ കറാട്ടെ, കുൻഫു എന്നൊക്കെ പറയുന്ന കുറെ കാര്യങ്ങളില്ലേ, അതൊക്കെ ആക്ച്വലി എന്താണ്? പഠിച്ചെടുക്കാം. അങ്ങനത്തെ കുറച്ച് സ്കില്ലുകളാണ് ഞാൻ ചോദിക്കുന്നത്. വേറെന്തെങ്കിലും ആരെങ്കിലും? കമ്മ്യൂണിക്കേഷൻ കേട്ടില്ല. കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പബ്ലിക് സ്പീക്കിംഗിൽ പെടുന്ന ഒരു സംഭവം അല്ലേ? ഇറ്റ് ഈസ് എ സ്കിൽ. കളരി അതൊക്കെ സ്കില്ലാണ്, നമുക്ക് പഠിച്ചെടുക്കാം. ഫൈൻ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ടാലന്റ് എന്താണെന്നും സ്കിൽ എന്താന്നൊക്കെ മനസ്സിലായി. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സ്കില്ലാണ്. നിങ്ങൾക്ക് വേണോ, നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാം. വേണ്ടെങ്കിൽ അവിടെ വെക്കാം. സോ ഓക്കെ, അവിടെ കിടന്നോട്ടെ. സോ പബ്ലിക് സ്പീക്കിംഗ് ബേസിക്കലി എന്താ പറയാ, ഒരു ആർട്ടാണത്. ഇറ്റ്സ് ആൻ ആർട്ട്. സോ പബ്ലിക് സ്പീക്കിംഗ് പൊതുവേ നമ്മൾ ചെയ്യാറ് നമ്മളുടെ ഒരു വ്യൂ പോയിന്റ് മറ്റുള്ളവരെ അറിയിക്കണമെങ്കിലും നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല, നന്നായിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്നവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. മീൻസ് ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയായിരിക്കും ബെനിഫിറ്റ്? ഒരു ബെനിഫിറ്റ് പറഞ്ഞേ. നമ്മളെ സെൽഫ് ഏതൊരാളുടെ മുമ്പിൽ കോൺഫിഡൻസ്. നമ്മളെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റും. ഗുഡ്. അപ്പൊ നമ്മളെ സെൽഫ് കോൺഫിഡൻസ് കൂടുന്നുണ്ട്, നമ്മളുടെ വേ ഓഫ് പ്രസന്റേഷൻ ബെറ്റർ ആവുന്നുണ്ട്. നമ്മളിനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ആ ബിസിനസ്സിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവും. എന്തുകൊണ്ട്? അവർക്ക് അവരുടെ ബിസിനസ്സിനെ നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയുന്നുണ്ടാവും. റൈറ്റ്? നന്നായി ക്ലാസ് എടുക്കാൻ പറ്റുമോ? ഓഫ് കോഴ്സ്. ഇപ്പൊ ഞാനിപ്പോ ചെയ്യുന്നത് എന്താ, നിങ്ങൾ ആരും സത്യം പറഞ്ഞാൽ ഇതിലിരിക്കുന്ന രണ്ടുപേരും മേ ബി ഐ നോ, എന്നാലും അവരെ പേഴ്സണലി അറിഞ്ഞൂടാ. ഓൾ ഓഫ് ദോസ് എവ്രിബഡി ആർ സ്ട്രേഞ്ചേഴ്സ് ടു മീ. എന്നിട്ട് ഞാൻ ഇവിടുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആ സ്കില്ലുണ്ടെങ്കിലേ പറ്റൂ. അല്ലെങ്കിൽ ഞാൻ ഉള്ളത് പറയാട്ടോ. ഇൻ ദ ബിഗിനിങ്
ഞാൻ ഈ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എങ്ങനെയായിരുന്നു ഇതേപോലെ വേറെ ആൾ ക്ലാസ് എടുക്കുന്നൊക്കെ കണ്ടിട്ട് ഷൂ എന്തൊരു രസാ ഈ ക്ലാസ് കേൾക്കാൻ, എങ്ങനെ ഇപ്പോൾ സോ നൈസ്, സോ ഇത് അടിപൊളിയാണല്ലോ എന്നൊരു ഫീഡ്ബാക്ക് കൊടുക്കണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് ആ മ്യൂട്ട് ബട്ടൺ പ്രസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക്. അതൊന്ന് മാറ്റിയിട്ട് വേണ്ട ഇത് പറയാൻ. എൻ്റെ സൗണ്ട് പുറത്തേക്ക് പറയണമെങ്കിൽ എന്തായിരിക്കും? അയ്യോ, തീർന്നു. അവിടെ നിന്ന ഞാനാണ്. അപ്പൊ ഇന്ന് ഇഫ് ഐ എം ഡൂയിങ് ദിസ് ഇറ്റ്സ് ബിക്കോസ് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ്. ആക്ച്വലി ഐ അണ്ടർസ്റ്റുഡ് ഐ എം നോട്ട് ഏബിൾ ടു ഡൂ ദിസ്. നമ്മളുടെ എഞ്ചിനീയറിംഗ്, ഞാൻ പറഞ്ഞു ഞാൻ എഞ്ചിനീയറിംഗ് ആണ് കഴിഞ്ഞതെന്ന്. എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് വർഷം നമുക്ക് ഒരുപാട് പ്രസൻറ്റേഷൻസ് വരും, നമ്മളുടെ പ്രോജക്റ്റ് പ്രസൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രസൻറ്റേഷന് വേണ്ടി പോകുമ്പോഴാണ് മനസ്സിലായത് ഇത്രയും കാലം പഠിച്ചതൊക്കെ വെറുതെ ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തിട്ട് എഴുതുന്ന സംഭവമാണ്. ഇനി അത് പറ്റില്ല, നമ്മൾ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനുണ്ട് ഈ കാര്യത്തിൽ എന്ന്. അപ്പോൾ അന്ന് മനസ്സിലായതാണ് നോ, ഇതൊക്കെ ആക്ച്വലി സ്കൂളിൽ തന്നെ നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു സംഭവം കേട്ടോ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. സ്കൂളിൽ തന്നെ നമ്മൾ പഠിച്ചിരിക്കേണ്ട സ്കില്ലാണ്, പക്ഷെ സ്കൂള് നമ്മളെ പഠിപ്പിക്കുന്നില്ല. സ്കൂളിൽ നമുക്ക് കൂടുതൽ കിട്ടുന്ന എന്ത് സ്കില്ലാണ്? സ്കൂളിൽ എന്ത് സ്കില്ലാണ് നമുക്ക് കിട്ടുന്നത്? ഹാർഡ് സ്കില്ലാണ് കിട്ടുന്നത്. എന്താണ് ഹാർഡ് സ്കിൽ? ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് കണക്കെടുക്കാൻ പറ്റും, ഇത്ര മാർക്ക്, ഇത്ര അളവ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ഹാർഡ് സ്കിൽസ് മാത്രം പോരാ, സോഫ്റ്റ് സ്കിൽസും വേണം. സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നതിന് ഒരു അളവ് പോലൊന്നുമില്ല, നമുക്ക് അളക്കാനൊന്നും പറ്റൂല. അത് നമ്മളിങ്ങനെ പഠിച്ചെടുത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ ബെറ്ററായി വരുന്ന ഒരു സ്കില്ല്, അതിൽ പെടുന്ന ഒരു സംഭവമാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസും. ഓക്കെ, അപ്പൊ നമ്മളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൂടും. നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യാന്ന് വിചാരിക്കാം. ആ ജോലി ചെയ്യുന്നവരിൽ ആർക്കാണോ ഈ സ്കില്ലുള്ളത് ആ ആളെ ആയിരിക്കും നമ്മൾ ലീഡർ ആക്കുക. ആണോ അല്ലയോ? ഹു ഹാസ് എ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ, ആ ഒരാളെ തന്നെ ആയിരിക്കും നമ്മൾ പിടിച്ചിട്ട് ലീഡർ ആക്കുന്നുണ്ടാവുക. റൈറ്റ്? അത് മാത്രമല്ല കേട്ടോ, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർക്ക് നല്ല റിലേഷൻഷിപ്പും ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതാണ് കേട്ടോ. എന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ? യെസ്. അപ്പൊ ഇന്നത്തെ ദിവസം തന്നെ അടിപൊളിയാണ്. എൻ്റെ നെറ്റും കളിക്കുന്നുണ്ട്, ബിക്കോസ് കറണ്ടിന്റെ കുറച്ച് കാര്യങ്ങൾ കളിക്കുക, അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് പബ്ലിക് സ്പീക്കിങ്ങിന്റെ എന്തായിരുന്നു? ബെനിഫിറ്റ്സ് ആയിരുന്നു, നമ്മൾ പഠിച്ചുള്ള ബെനിഫിറ്റ്സ് ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ ജോലിയിൽ, നമ്മളെ ബിസിനസ്സിൽ, നമ്മളുടെ സ്കൂളിൽ, നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ ഹോൾ റൗണ്ട് ആയിട്ട് നമ്മളെ ജീവിതത്തിൽ തന്നെ ഒരുപാട് ആവശ്യമുള്ള ഒരു സ്കില്ലാണ് ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽ. അതുകൊണ്ട് ഈ ഒരു സ്കില്ലിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. ആർക്കറിയാം? ഈ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ വേറൊരു പേര് വിളിക്കാറുണ്ട്. എനിബഡി? ലൈഫ് ലോങ് സ്കിൽ എന്ന് വിളിക്കൂ കേട്ടോ. നമ്മളെ ലൈഫ് ലോങ് സ്കില്ലാണ്. നമ്മളെ ജീവിതത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ നമുക്കത് ബ്യൂട്ടിഫുൾ ആയിട്ട് ലീഡ് ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു സ്ഥലത്തും വേണ്ട ഒരു സംഭവം തന്നെയാണ് പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പൊ കുറച്ച് നേരമായി ഞാനിങ്ങനെ പുറത്തു പോയും അകത്ത് വരെയും ഒക്കെ കളിച്ചിട്ട് എല്ലാവർക്കും എന്തൊരു ക്ലാസ്, കട്ടായി കേൾക്കാൻ ഒരു രസമില്ല. അപ്പൊ നമുക്കൊന്ന് ചെറിയൊരു രസം പിടിച്ചാലോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ബ്രെയിൻ ജിമ്മിനെ കുറിച്ച് അറിയാം? ബ്രെയിൻ ജിമ്മിനെ അറിയാം? എന്നോട് ആരും മിണ്ടൂലേ? ഡോണ്ട് നോ. ഓക്കെ, താങ്ക് യു. അതാണ്, അറിയില്ലെങ്കിൽ അറിയില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഉത്തരം പറയാം. അപ്പൊ എല്ലാവരും എൻ്റെ കൂടെ ചെയ്യാം. ബ്രെയിൻ ജിം എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. കാരണം നമ്മളിപ്പോ എന്താണ്, ഈ കറണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ പുറത്തും അകത്തൊക്കെ വരുമ്പോൾ നമ്മളെ ബ്രെയിൻ ഒന്ന് ഡിസ്ട്രാക്ട് ആയിട്ടുണ്ട് അല്ലേ? നമ്മളെ ബ്രെയിനിനെ ഫോക്കസ് കൂട്ടാൻ, അതിന്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ, അതിന്റെ ഒരു എബിലിറ്റി കൂട്ടാൻ ഒക്കെ ഉതകുന്ന ഒരു സംഭവമാണ് ബ്രെയിൻ ജിം. ബ്രെയിൻ ജിം ചെയ്യേണ്ട ശരിക്കും നമ്മളെ ബ്രെയിൻ ആണ് എക്സസൈസ്. ജിം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ? എക്സസൈസ് ചെയ്യുന്നതാണ്, ബ്രെയിൻ എക്സസൈസ് എന്ന് വിളിക്കും. നമ്മളെ ബ്രെയിനെ പുറത്തെടുത്തിട്ട് ബ്രെയിൻ എക്സസൈസ് ചെയ്യാൻ പറ്റൂല. നമ്മൾ എന്താ ചെയ്യുക? നമ്മളെ കൈ വെച്ചിട്ട് നമ്മളെ ബ്രെയിൻ്റെ എക്സസൈസ് നടത്തലാണ് ചെയ്യേണ്ടത്. അപ്പൊ എല്ലാവരും ഇവിടെ റെഡി ആണോ? 2 കൈ യൂസ് ചെയ്ത് ചെയ്യേണ്ടതാണ്. പറ്റുമെങ്കിൽ വീഡിയോയിൽ വന്ന രസമായിരിക്കും. ശ്രീകുമാരി മാം മാത്രമാണ് വീഡിയോയിലുള്ളത്. ഐ എം സോ ഹാപ്പി ഫോർ യു. മുത്താണ്. താങ്ക് യു മാം. അപ്പോൾ നമ്മൾ ബ്രെയിൻ ജിം ചെയ്യാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രെയിൻ ജിം നമുക്ക് ഇപ്പൊ ചെയ്യാം. എന്തിനാണെന്നറിയാം? ആ ഫോക്കസ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ജസ്റ്റ് 2 കൈയും ഇങ്ങനെ വെക്കുക.
2 കൈ യൂസിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ കറണ്ട് ഇല്ല, അടിപൊളി. ഇവിടെയും കറണ്ട് ഇല്ല, അത് തന്നെയാണ് എല്ലാവരുടെയും പ്രശ്നം. ഓക്കെ, കൈ ഇങ്ങനെ വെക്കാം, ഇനി ഇങ്ങനെ ചെയ്യാം. ഓക്കെ, കോൺസെൻട്രേറ്റ് ചെയ്യാം, ഇങ്ങനെ വെക്കുക. എന്നിട്ട് 1 എന്ന് പറയുമ്പോൾ ദേ ഇവിടെ 2 1 2 ഇത് ബ്രെയിൻ ജിം ആണ്. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1. നിങ്ങൾക്ക് എത്ര സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും അടിപൊളിയാണ് നിങ്ങളുടെ ബ്രെയിന്. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബട്ട് ഇറ്റ് ഈസ് വെരി എഫക്റ്റീവ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സ്ലോലി, ആദ്യം സ്ലോലി മതി. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. സ്പീഡിൽ ചെയ്യാൻ നോക്കാം. ഒരു എനർജി ഫീലിംഗ് ആയിരിക്കും കേട്ടോ, ഒരു എനർജി കിട്ടിയ ഫീലിംഗ് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം നമ്മൾ എവിടം വരെ എത്തിയത്? നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് എന്താന്ന് മനസ്സിലാക്കി, പബ്ലിക് സ്പീക്കിങ്ങിന്റെ ബെനിഫിറ്റ് എന്താന്ന് മനസ്സിലാക്കി. ശരിയാണ്. പിന്നെ എന്താണ് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ വരുന്നത് എന്താണ്? പബ്ലിക് സ്പീക്കിങ്ങോ എന്ന് കേൾക്കുമ്പോൾ എന്താ മനസ്സിൽ വരുന്നത്? പറയൂ. പേടി ആണോ അല്ലയോ? പബ്ലിക് സ്പീക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് പേടിയല്ലേ? ഇല്ല. ആ, അതെന്തുകൊണ്ടാ അങ്ങനെ പേടി വരുന്നത്? നന്നായി ചെയ്യാൻ പറ്റുമോ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവരെന്ത് ഭയം, ഇതാ. ഫിയർ. യെസ്, ആ പേടി വരുന്നത് അവിടെ നിന്നാ. പലതരം പേടികളുണ്ട് കേട്ടോ, പലതരം പേടികൾ. മനുഷ്യന്മാർക്കുള്ള 2-3 പേടി പറഞ്ഞേ. പാറ്റയെ പേടി, വിമർശന ഭയം, അല്ല നമ്മളെ പേടികളെ കുറിച്ച് പറയണം. പാറ്റയെ പേടി, ഹൈറ്റിനെ പേടി, മരണത്തെ പേടി, പിന്നെന്തൊക്കെയാ പേടികളുള്ളത്? വെള്ളത്തിനെ പേടി, വീഴുവോന്നുള്ള ഭയം, വീഴുവോന്നുള്ള പേടി. വീഴോന്നുള്ള പേടി. അങ്ങനെ പല പല പേടികളുണ്ട്. പക്ഷെ പേടികളിൽ ഏറ്റവും വലിയ പേടി ഇതാണ് പോലും. അതെന്താ അങ്ങനെ ആയേ? എല്ലാവർക്കും പേടിയാണ് അല്ലേ? ഇനി എത്ര സംസാരിച്ചൊരു വ്യക്തി ആയിക്കോട്ടെ, ആ ആളും സ്റ്റേജിൽ കയറുന്നതിന് മുന്നേ ഒന്ന് പതറുന്നാ പറയുന്നത്. ഒന്നിങ്ങനെ ആയിട്ട് കുലുങ്ങി കഴിഞ്ഞിട്ട് തന്നെ അവരും ശരിയാവുന്നതെന്ന്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക, ഈ പറയുന്ന പേടിയില് ഒന്ന് നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്ലോലി ഇല്ലാണ്ടാവില്ല. ഇത് കാലാകാലം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. ഇത് പഠിച്ചെടുക്കുമ്പോൾ, ഈ സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ആ പേടിയെ മാനേജ് ചെയ്യാനാണ് നമ്മൾ പഠിക്കുന്നത്. ആ പേടി ഉണ്ടാവും, പക്ഷെ ആ പേടിനെ എങ്ങനെയാ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാ ടാക്കിൾ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ പഠിക്കുക. മനസ്സിലായോ? പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്താൽ പേടി മാറും എന്ന് എത്ര പേർ ചിന്തിക്കുന്നുണ്ടോ അത് തെറ്റാണ്. നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല്, ഞാൻ വീണ്ടും ഔട്ടായല്ലേ? ടക്കായി. അടിപൊളി. ഇന്നത്തെ ദിവസം നമ്മൾ തുടങ്ങിയത് അത്ര ഉഷാറായി തുടങ്ങിയില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇത്ര കാര്യമായിട്ട് പറയുന്നത് എനിക്ക് അങ്ങോട്ട് ഫ്ലോയിൽ വരുന്നില്ല. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കറണ്ട് പെട്ടെന്ന് വരട്ടെ. ഇത് മൊബൈൽ നെറ്റ്വർക്ക് ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പെട്ടെന്ന്. കാരണം ഒന്നാമത് ഞാൻ വീഡിയോ ഓൺ ചെയ്തിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഐ എം ഗെറ്റിംഗ് ലെഫ്റ്റ് ഔട്ട് ഫ്രം ദിസ്. ഓക്കെ, ഐ ഹോപ്പ് യു ഓൾ ഡോണ്ട് മൈൻഡ്. എല്ലാവർക്കും ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് നിങ്ങളുടെ പേടി അങ്ങോട്ട് ഇല്ലാണ്ടാവും, മായ്ച്ചു കളയും എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. only thing is പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ, നിങ്ങളുടെ പേടിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലാണ് നിങ്ങൾക്ക് കിട്ടുക. ആ പേടി മാനേജ് ചെയ്യുന്നവരാണ് ഇത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് വരുന്നത്. പബ്ലിക് സ്പീക്കിംഗ് ഫിയറിന് പറയുന്ന പേരെന്താണ്? പബ്ലിക് സ്പീക്കിംഗ് ഫിയറിന് ഒരു പ്രത്യേക പേരുണ്ട്, അറിയോ? ഗ്ലോസോഫോബിയ. എന്താണ്? ഗ്ലോസോഫോബിയ എന്നാ പറയാ. ഫിയറും ഫോബിയും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ഫോബിയ എന്ന് പറയുന്നത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ ഇങ്ങനെ
ചിന്തിച്ച് കൂട്ടി നടക്കുന്നതിന് മുന്നേ നമ്മൾ പേടിക്കുന്ന സംഭവത്തിനെയാണ് നമ്മൾ ഫോബിയ എന്ന് പറയുന്നത്. നമുക്ക് ഹൈറ്റിനെ പേടി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അതൊരു ഫോബിയ ആണ്. നമ്മൾ ആരും കൊണ്ടുപോയിട്ട് അവിടെ ഉന്തിയിടാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ നമുക്ക് ഓൾറെഡി നമ്മൾ ഉള്ളിലുണ്ട്, അയ്യോ ഞാൻ ഇവിടെ കയറി നിന്നതിന് വീണ് പോയാലോ. അതുകൊണ്ട് അതൊക്കെ ഫോബിയയിൽ പെടുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മളെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന വാർത്ത എന്താണ്? പാമ്പ് അല്ലേ? പാമ്പ് അല്ലേ? ആണോ? നിങ്ങളുടെ നാട്ടിലും കേൾക്കുന്നില്ലേ ആ ഒരു വാർത്ത? അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, പടച്ചോനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാ പാമ്പ് കടിച്ചാൽ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ട. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടാ, കാരണം പുറത്ത് മൊത്തം പാമ്പാണ്, ന്യൂസിൽ കണ്ടു, അതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങണ്ട. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അത് ഫോബിയ ആകുന്നത്. പക്ഷെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ അവെയർ ആവുകയാണ്, ഓക്കെ പാമ്പ് ചിലപ്പോൾ ഉണ്ടാവാം, ഞാനത് കെയർഫുൾ ആയിരിക്കണം, ഇന്ന ഏരിയയിൽ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നടക്കണം, ഇങ്ങനെയാണ് ഞാൻ സൂക്ഷിച്ച് നടക്കേണ്ടത് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് സ്ലോലി നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? യെസ്. അപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞേ, പബ്ലിക് സ്പീക്കിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞേ. ഒന്ന് നമുക്ക് സ്കൂളിൽ നല്ല സ്പീച്ച് കൊടുക്കാൻ വേണമെങ്കിൽ, ഇനി ഒന്നുമില്ല നമ്മളെ PTA മീറ്റിങ്ങിന് പോയാലേ നമുക്ക് സ്കൂളിന് ഒരു ഫീഡ്ബാക്ക് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ സ്കില്ല് വേണമെന്നേ. കാരണം അവിടെ ഉണ്ടാവുമല്ലോ 500 പാരൻസ്, അവരുടെ മുന്നിൽ എണീറ്റ് നിന്നിട്ട് സംസാരിക്കണമെങ്കിലും യു നീഡ് ദി സ്കിൽ. അതേപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് പ്രൊപ്പോസൽ നടത്താണെങ്കിൽ യു നീഡ് ദി സ്കിൽ. അതേപോലെ ഇഫ് യു വാണ്ട് ടു ടീച്ചർ ആണെങ്കിലും യു നീഡ് ദി സ്കിൽ. ഒരു കോൺഫറൻസ് നടത്തണമെങ്കിലും യു നീഡ് ദി സ്കിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മളുടെ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നടത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പൊ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന്? പബ്ലിക് സ്പീക്കിംഗ് പഠിക്കണം കേട്ടോ, വേണ്ട ഒരു കാര്യം. എത്ര പേർക്ക് തോന്നുന്നുണ്ട് ഇതൊക്കെ വേണ്ട ഒരു സംഭവമാണ്, പഠിച്ചെടുക്കണമെന്ന് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ട്. താങ്ക് യു. അപ്പൊ അങ്ങനെയാണെങ്കിൽ 4 പില്ലേഴ്സ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെക്കേണ്ടത്. 4 പില്ലേഴ്സ്. ഓക്കെ, 4 പില്ലേഴ്സ്, 4 പില്ലേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയും. ഒന്ന്, നമ്മളെ ഓഡിയൻസ് ആരാന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് നമുക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് പോയിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല. അതിന് മുന്നേ നമ്മളെ ഓഡിയൻസ് ആരാന്ന് അറിയണം. 2, നമ്മൾ നല്ല കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യണം. നല്ല കോണ്ടന്റ് ആയിരിക്കണം, അവർക്ക് വേണ്ട കോണ്ടന്റ് ആയിരിക്കണം, അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. 3, നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് യെസ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത് അങ്ങ് ഇത് നമ്മളെ ഭൂമിയിൽ ഇന്ന് എന്താ സംഭവിക്കുന്നത്, ഇന്ന് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ മനുഷ്യന്മാർ ഒന്നും ശ്രദ്ധിക്കാതെ പൊല്യൂഷനൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അങ്ങ് അമേരിക്ക ഉണ്ടാക്കിയ മറ്റേ ഇതാണല്ലോ, അങ്ങ് അവിടുന്ന് ഇങ്ങനെയൊന്നും നമുക്ക് ചുറ്റി വളഞ്ഞ് എന്തൊക്കെയോ പറയാൻ പറ്റൂല. ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം, അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവണം. അപ്പൊ എന്തൊക്കെ ഉണ്ടാവണം? 4 പില്ലേഴ്സിൽ എന്തൊക്കെയായിരുന്നു? ആദ്യം നമുക്ക് നമ്മളെ ഓഡിയൻസിനെ അറിയണം, നമ്മളെ കോണ്ടന്റ് അറിയണം, അതിൽ വേർഡ്സും നല്ല വേർഡ്സ് ആയിരിക്കണം, അതേപോലെ അതിനൊരു സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. 3, നമ്മളുടെ ഡെലിവറി സ്റ്റൈല്, നമ്മൾ ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതല്ല, നമ്മളുടെ വോയിസ് മോഡുലേഷൻ, നമ്മളെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഇതിന് അലൈൻ ചെയ്തിട്ടിരിക്കണം. ഓക്കെ, 4മത്തെ സംഭവമാണ് ഇമോഷണൽ കണക്ഷൻ. ഇന്ന് എനിക്കറിയാം എത്രയോ പ്രാവശ്യം ഞാൻ ഈ സൂമിന്ന് എക്സിറ്റ് ആയി എൻട്രി എടുക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു കണക്ഷൻ വിട്ടു പോകുന്നുണ്ട്. ആക്ച്വലി നമ്മൾ സംസാരിക്കുമ്പോൾ സ്പീക്കിംഗ് എന്ന് പറയുന്നത് ലൈക്ക് ഇറ്റ്സ് നോട്ട് മോർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഇറ്റ്സ് മോർ അബൌട്ട് കണക്ഷൻ. കേട്ടിട്ടുണ്ടോ? പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് മോർ ദ കമ്മ്യൂണിക്കേഷനാണ് നമ്മുടെ മനസ്സിൽ വരിക, പക്ഷെ ആക്ച്വലി ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്, ഇറ്റ് ഈസ് കണക്ഷൻ. നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അത് ശരിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് തറക്കുമ്പോഴാണ് നിങ്ങൾക്കത് മനസ്സിലാവുക, ഓ അതാണ് ഉദ്ദേശിച്ചല്ലേ. അപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ 4 പില്ലേഴ്സിന് എപ്പോഴും ഓർക്കണം. നമ്മൾ ഓഡിയൻസിനെ അറിയണം, നമ്മൾ പറയുന്ന വാക്കുകൾ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മളെ ഡെലിവറി സ്റ്റൈൽ നന്നായിരിക്കണം, 4മത് നമുക്ക് നന്നായിട്ട് ഇമോഷണലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് പേരൊക്കെ പറഞ്ഞു യെസ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ദ നോയിങ് ആൻഡ് ഡൂയിങ് ഗ്യാപ്പ്? എന്താണ് ദ നോയിങ് ഗ്യാപ്പ് ആൻഡ് ഡൂയിങ് ഗ്യാപ്പ്? എന്താ സംഭവം എന്നറിയോ? നമ്മളെല്ലാവരും കുറേ ഒരു 100% ആൾക്കാരുണ്ടെന്ന് വിചാരിക്കും ഇവിടെ. ഓക്കെ, അതിൽ 70% ആൾക്കാരും പറയും ഓ ഇതൊക്കെ എനിക്ക് പണ്ടേ അറിയാം.
എനിക്കറിയാം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പഠിപ്പിക്കാൻ പറ്റും, ട്രെയിനിങ് എടുക്കാൻ പറ്റും, സ്കൂളിലൊക്കെ പോകാലോ, പിന്നെ മദ്രസയിൽ പോകാലോ, മഹല്ലുകാർക്ക് തന്നെ എത്ര ആവശ്യമുണ്ട്, എന്തൊക്കെ പറഞ്ഞു കൊടുക്കാനുണ്ട്, അതൊക്കെ വലിയ സംഭവമാണെന്നൊക്കെ എനിക്കറിയാം, വലിയ കാര്യമായി പോയി. സത്യമാണ്. ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതാണ് നോയിങ് ഭാഗം. പക്ഷെ നിങ്ങൾ എത്ര പേര് ഡൂയിങ് ഭാഗം ചെയ്യുന്നുണ്ട്? നിങ്ങൾ എത്ര പേര് നിങ്ങൾക്ക് അറിയുന്ന ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്? അപ്പൊ അവിടെയാണ് ഈ ഒരു സെഷന്റെ പ്രസക്തി വരുന്നത് കേട്ടോ. നിങ്ങൾ എല്ലാവരും നോയിങ്ങിൽ നിന്ന് ഡൂയിങ്ങിൽ എത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, എൻ്റെ ആഗ്രഹം. സോ ഇന്ന് തൊട്ട് ഇവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഒരു സെഷനിൽ ഇപ്പൊ ഇത്ര പേര് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കും പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലിനെ കുറിച്ച് അറിയണമെന്ന് താല്പര്യമുള്ളവർ മാത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടോ? എത്ര പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്? ആർക്കൊക്കെയാ യൂട്യൂബ് ചാനൽ ഉള്ളതെന്ന് ഒരു യെസ് പറഞ്ഞേ. ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ട്? ആർക്കും ഇല്ലേ? ഹലോ, ആർക്കും ഇല്ലേ? മക്കളെ, നിങ്ങളുടെ കയ്യില് എന്താ ഉള്ളത്? സ്മാർട്ട് ഫോണാ ഉള്ളത്. ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് വേണം. അങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഡീഫോൾട്ട് ആയിട്ട് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട്. ആ ചാനലിലൂടെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ കോണ്ടന്റ് നോക്കുന്നത്. നിങ്ങൾ ആരായ മാറുന്നത്? കോണ്ടന്റ് കൺസ്യൂമേഴ്സ് ആയിട്ടാണ് മാറുന്നത്. ആര്? മറ്റുള്ളവരുടെ കോണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നവരായിട്ടാണ് നിങ്ങൾ മാറിയിരിക്കുന്നത്. അതേ ചാനലില് നിങ്ങൾക്കൊരു ക്രിയേറ്റർ ആയിക്കൂടെ? കോണ്ടന്റ് ക്രിയേറ്റർ ആയിക്കൂടെ? ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ പബ്ലിക് സ്പീക്കിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കുള്ള ആ ഒരു യൂട്യൂബ് ചാനലിന്റെ പേരും കാര്യങ്ങളൊക്കെ മാറ്റുക. അതിൽ നിങ്ങൾ പ്രൊഫഷണൽ ആവാൻ നോക്കാതെ വീഡിയോസ് ഇടുക. ഞാൻ ഇത്ര കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ സോഷ്യൽ മീഡിയ കുറേ നാളായി വിചാരിക്കുന്നു സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പം ഏകദേശം ഒരു 6 മാസം ആകുന്നു. അടിപൊളി. ഞാൻ വീണ്ടും വന്നേ. ഇതന്നെ ഒരു രസമാണല്ലേ? എന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പോയും വരികയും ചെയ്യുമ്പോൾ ഇതൊരു രസമായിട്ട് നമുക്കിപ്പോൾ കരുതാം. ഐ എം സോ സോറി, എൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇന്നത്തെ കളി ഒരു 1.5 കളിയാണ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വന്നത്, നിങ്ങൾക്ക് ഡീഫോൾട്ട് ആയിട്ടുള്ള നിങ്ങളെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് ഇടൂ. അത് എന്ത് ചെയ്യണം? തൽക്കാലം അത് അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക. പബ്ലിക് ചെയ്യണ്ട. നിങ്ങൾ കോൺഫിഡൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക. ഇതറിയാത്തവർക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അൺലിസ്റ്റഡ് ആയിട്ട് വെക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോസ് കുറച്ചൊക്കെ ഇങ്ങനെ കാണുക. അതെങ്കിലും ചെയ്യുക ഇന്ന് തന്നെ. ഓക്കെ, ഇന്ന് തന്നെ അതെങ്കിലും ചെയ്യുക. അൺലിസ്റ്റഡ് ആയിട്ട് വെച്ചാൽ മതി. എന്നിട്ട് നോക്കുക എന്താ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ എങ്ങനെയാ അത് റെക്കോർഡ് ചെയ്യുന്നത്. ഇതൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ എപ്പോഴും ഒരു സെഷൻ ഇങ്ങനെ വെച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, മാം അതിന് നമുക്ക് ക്യാമറ കോൺഫിഡൻസ് ഇല്ലല്ലോ, ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ക്യാമറ നോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യും? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിരുന്ന ഐഡിയാസ് നിങ്ങൾ യൂസ് ചെയ്യുക. എന്താ വേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പൊ ക്യാമറ ഇതാണ് കേട്ടോ, അത് നോക്കി സംസാരിക്കാൻ നമുക്ക് ഭയങ്കര പേടിയാ, അയ്യോ എന്നുള്ള പേടിയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ജസ്റ്റ് തിരിഞ്ഞിരുന്നിട്ട് അപ്പുറത്തൊരാൾ ഇരിക്കുന്ന ഫീലിങ്ങിൽ അങ്ങോട്ട് സംസാരിക്കുക. ഇവിടുന്ന് റെക്കോർഡ് ചെയ്യുക, അങ്ങോട്ട് സംസാരിക്കാം. അപ്പൊ എന്തായി? ഈ ക്യാമറ ഉണ്ടെന്നുള്ള ഫിയർ അത് പോയി. അപ്പുറത്ത് സംസാരിക്കുമ്പോൾ യു ആർ ഫീലിംഗ്, അയ്യേ ഇവിടെ ആരും ഇല്ലാതെ എങ്ങനെയാ സംസാരിക്കുക. പോട്ടെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി അവിടെ ഇരുത്തേറ്റ്, ഒന്നും ഇല്ലെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കാൻ നിങ്ങളെ കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിനെ അവിടെ ഇരുത്തേറ്റ് വാട്ട് യു തിങ്ക് അബൌട്ട് ദിസ് സിറ്റുവേഷൻ വിച്ച് ഇസ് ഹാപ്പനിങ് നൗ എന്നൊക്കെ പറയാം. അപ്പൊ കുട്ടി ചിരിക്കുന്ന കുട്ടിയാണെങ്കിൽ കുട്ടീനെ അവിടെ വെക്കണ്ട, ക്യാൻസൽ. അവിടെ ഇരിക്കാൻ പറ്റിയ ഒരാളെ അവിടെ ഇരുത്താൻ ഇനി ആരും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യനെയോ ഭർത്താവിൻ്റെയോ ഫോട്ടോ അവിടെ വെക്കുക. എന്നിട്ട് അവരോട് സംസാരിക്കുന്ന മാതിരി സംസാരിക്കുക, ഈ സൈഡിൽ നിന്ന് റെക്കോർഡ് ചെയ്യുക. അപ്പൊ എന്ത് സംഭവിക്കും? നിങ്ങൾ ക്യാമറ കോൺഫിഡൻസ് വേണ്ടെന്നേ. നിങ്ങളുടെ വീഡിയോ സൂപ്പർ ആയിരിക്കും. നിങ്ങളുടെ വീഡിയോ ഏകദേശം ഒരു പോഡ്കാസ്റ്റ് ചെയ്തൊരു ഫീലിംഗ് ആയിരിക്കും അവിടെ.
സൂപ്പർ ആയിരിക്കും. നിങ്ങൾ അങ്ങനെയെങ്കിലും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുക. കാരണം അത് നിങ്ങളുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും കേട്ടോ. നിങ്ങൾ സ്ലോലി ഡെവലപ്പ് ചെയ്യും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതുകൊണ്ടാണ് പറയുന്നത്, whoever want to develop their skill, start off today itself as a creator. ഓക്കെ, കാരണം നമ്മളുടെ സോഷ്യൽ മീഡിയ നമ്മളെ അല്ല മാനേജ് ചെയ്യേണ്ടത്, നമ്മളുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യണം. അവരല്ല നമ്മളെ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ അവരെയാണ് യൂസ് ചെയ്യേണ്ടത്. റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമുക്കൊരു ചെറിയൊരു ആക്ടിവിറ്റിയിലേക്ക് പോവാം. കാരണം ഇന്ന് നമുക്ക് ഡെമോ സെഷൻ ആണ് കേട്ടോ. അപ്പൊ കുറച്ച് പണിയൊക്കെ എടുത്താൽ മാത്രമേ രസം ഉണ്ടാവുള്ളൂ. എന്ന് നമുക്ക് സജ്ന മാം, ആയുധേ യു വിൽ കം ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ. വീഡിയോ വേണമെന്നില്ല, വോയിസ് മതി, കുഴപ്പമില്ല. Yes, ma'am. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറയട്ടെ. നിങ്ങളെ ഒന്ന് സെൽഫ് അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ ഒരു പേര് സ്ഥലവും പറഞ്ഞാൽ മതി. ഞാൻ സജിനയാണ്, കാലിക്കറ്റ്. കാലിക്കറ്റിലാണ്. ഓക്കെ, അപ്പൊ സജ്ന മാമിനോട് ഞാൻ ചോദിക്കുന്നു, വോക്കൽ നമ്മളെ സൗണ്ട് ക്ലിയർ ഇല്ലെങ്കിൽ വീഡിയോസ് എങ്ങനെ ഉണ്ടാവും? സൗണ്ട് പോരാ, നമ്മുടെ സൗണ്ട് ക്ലിയർ ഇല്ല, സ്കിപ്പ് ചെയ്യും സാധാരണ. സ്കിപ്പ് ചെയ്യും. യെസ്. അപ്പൊ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോട് ഞാൻ എന്തിനാ ക്വസ്റ്റ്യൻ ചോദിച്ചതെന്നറിയോ? കുറെ പേര് പറഞ്ഞ സംഭവമാണ് മാമ, ഞാൻ സംസാരിക്കുന്നുണ്ടല്ലോ, പിന്നെ ഈ എന്നെല്ലാം പറഞ്ഞ ഫില്ലർ വേർഡ്സ് കയറി വരുന്നു, ഞാൻ എന്ത് ചെയ്യും? എന്താ ചെയ്യാൻ പറ്റുക? സജ്ന മാമിന് എന്താ പറയാനുള്ളത്? നമ്മളെ ഫില്ലർ വേർഡ്സ് കയറി വരുന്നവര് ചിലവർ അങ്ങനെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയാണല്ലേ, അങ്ങനെയാണ്, ഇല്ലേ, ഇല്ലേ, അല്ലേ, അല്ലേ, ഇല്ലേ, ബേസിക്കലി ആക്ച്വലി ഇങ്ങനത്തെ കുറെ വേർഡ്സ് റിപ്പീറ്റ് അടിക്കുക, പിന്നെ എന്നുള്ള വേർഡ്സ് യൂസ് ചെയ്യുക. അവർക്ക് എന്താ ചെയ്യാൻ പറ്റുക അക്കോർഡിംഗ് ടു യു? പിന്നെ ഞാനും അതിനുള്ള എക്സർസൈസ് ഇല്ലേ മാം? എക്സർസൈസ് എക്സസൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. ഞാൻ എന്ന് പറഞ്ഞല്ലോ, ആരോ കാര്യമായിട്ട് ഞാന് പണ്ടൊക്കെ യൂസ് ചെയ്യായിരുന്നു, ഫില്ലർ വേർഡ്സ് യൂസ് ചെയ്യുന്നു ഒരുപാട്. ഓക്കെ, ഇപ്പൊ പോസ് എന്നുള്ള ഒരു ഗുഡ്. യെസ് സംഭവം കൊണ്ടുവരാൻ തുടങ്ങി. യെസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മൾ അറബികളൊക്കെ സംസാരിക്കുമ്പോൾ അവർക്കൊരു ശൈലിയുണ്ട് സംസാരിക്കുന്നതിൽ. അവരൊരിക്കലും ഒരു ഫുൾ സ്റ്റോപ്പോ ഒരു കോമയോ ഒന്നും ഇടൂല. അവർ സംസാരിച്ചിട്ട് തീരുമ്പം തന്നെ അടുത്തയിലേക്ക് പോയി. അപ്പൊ നമ്മളും വിചാരിക്കുന്നത് ഞാൻ നിർത്താൻ പാടില്ല, ഞാൻ പര സംസാരിക്കണം, നിർത്താൻ പാടില്ല. അപ്പൊ ഞാനിങ്ങനെ ഇന്ന് രാവിലെ ഉണ്ടല്ലോ, പിന്നെ ഞാൻ മറന്നുപോയി രാവിലെ എന്താ ഉണ്ടായേ, ചപ്പാത്തി കഴിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് പോയി, ബസ് കയറി. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ നിർത്തിക്കൂടാ, സൗണ്ട് ഉണ്ടാക്കുന്നത് നിർത്താൻ പാടില്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കോർത്തിണക്കാൻ നോക്കുമ്പോഴാണ് ഈ ആവശ്യമില്ലാത്ത സൗണ്ടുകളും വേർഡ്സും അതിൻ്റെ ഇടയിൽ കയറി വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറഞ്ഞതുപോലെ പോസ്, ഞാൻ പൊതുവെ പറയാം സിപ്പ് എന്ന് പറയാം, സിപ്പ് യുവർ മൗത്ത് എന്ന്. കാരണം ആ ഒരു സമയത്ത് ജസ്റ്റ് നമ്മൾ ക്ലോസ് ചെയ്താൽ മതി, നമ്മളെ വായ അങ്ങോട്ട് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പൊ അത് എല്ലാവരും നോക്കുക. കുറെ പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഫില്ലർ വേർഡ്സിൻ്റെത്. അത് ജസ്റ്റ് സിപ്പ് ചെയ്താൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മളെ വോയിസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ കുറച്ച് പേരെങ്കിലും വരുമോ മുന്നോട്ട് ഒരു വോക്കൽ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്? Yes. വരാം. ഓക്കെ, ഫസ്റ്റ് പൂച്ചയുടെ സൗണ്ട് ആരെടുക്കും? ഞാൻ ബുഷ്ര. പറഞ്ഞോ, ചെയ്തോ. Meow. നല്ല രസമുണ്ട്. ഓക്കെ Meow. ഓക്കെ, പൂച്ച കഴിഞ്ഞ് അടുത്തത് സിംഹം. സിംഹത്തിന്റെ ശബ്ദം അറിയില്ല. അതിന്റെ സൗണ്ട് അറിയുന്നില്ല. കാക്കയാണേ നോക്ക്, കാക്ക. നമ്മുടെ സെഷനിലൊക്കെ വരുമ്പോ നമ്മൾ ഈ പൂച്ചയും നായും പട്ടിയും കുതിരയും ഒക്കെ കൊണ്ടുവരും കേട്ടോ. സിംഹത്തിന്റെ സൗണ്ട് എന്താണ്? ആരെങ്കിലും ഒരാള്? റോർ സൗണ്ട്. ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത ആള് ഡോഗിന്റെ സൗണ്ട്. ഡോഗിന്റെ സൗണ്ട്. ബൗ ബൗ ബൗ. ഞാൻ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് ഷോർട്സ് ആയിട്ട് ഇടും, ഈ സൗണ്ട് എഫക്റ്റ് മാത്രം രസമായിട്ട് ചെയ്യാറുണ്ടാണ്. കാക്കയുടെ സൗണ്ട്.
നിങ്ങളുടെ കാക്കയൊക്കെ ഇത്ര മനോഹര സൗണ്ടാണോ? ഇവിടുത്തെ കാക്കയൊന്നും ശരിയല്ല കേട്ടോ. സ്വീറ്റ് കാക്കയോ? ആ ഇങ്ങനത്തെ സ്വീറ്റ് കാക്ക, ഇവിടുത്തെ കാക്കയുടെ സൗണ്ടൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞങ്ങളവിടെയുള്ള കാക്കൊക്കെ അറിയാറില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമ്മള് ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞിട്ടാണ് കാക്ക കരയാ. ആ താങ്ക് യു പറയുന്ന സൗണ്ടാണ്, അതാണ് അത്ര ഭംഗി. ആ അങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലേ. താങ്ക് യു. ഇപ്പൊ ഞാൻ അത് പഠിച്ചു. ഗുഡ്. ഓക്കെ, ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയോ? ഇത് ആക്ച്വലി നമ്മളുടെ ഒരു വോക്കൽ എക്സസൈസിൽ പെടുന്ന ഒരു സംഭവമാണ്. പക്ഷികളുടെയും മൃഗങ്ങളുടെയും സൗണ്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ വോക്കൽ ഏരിയാസ് ഒക്കെ ഒന്ന് സൗണ്ട് എടുക്കും. അപ്പൊ ഇത് ഭയങ്കര അടിപൊളി സംഭവമാണ്. നമ്മൾ ചെയ്തു നോക്കുക. കാരണം രസമാണല്ലോ. നമുക്ക് ജീവിതത്തിൽ രസമില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രസമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്ത് നോക്കുക. സിമ്പിളാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മൃഗം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ പൂച്ച പോകുന്നു, അപ്പൊ ഒരു പട്ടി പോകുന്നു, പോകും നമ്മളും ഇങ്ങോട്ട് ചെയ്യുക. അപ്പൊ എന്തായി, നമ്മളുടെ വോക്കൽസ് കുറച്ചും കൂടി ബെറ്റർ ആവും. ഇത് ഒരു എക്സസൈസ് ആണ് കേട്ടോ. പല എക്സസൈസസ് ഉണ്ട്. നമുക്ക് ഒരുപാട് കാര്യം. കുയിലിന്റെ കൂടെ കൂകലുണ്ട് രാവിലെ. കൂവിക്കോ മോളെ, കൂവ് കേക്കട്ടെ. എല്ലാം ഡെയിലി ചെയ്യലുണ്ട് ഇന്ന് രാവിലെ. ഊ, അതെ. വരട്ടെ. അങ്ങനെ വരണം. കൂന്ന് അങ്ങോട്ട് ഇട്ട ഇങ്ങോട്ട് വരണം. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ഓക്കെ, മാം എവിടുന്ന ക്ലാസ് എടുക്കുന്നത് ഇപ്പോ? കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂരോ? ഓക്കെ, അപ്പൊ Okay. ഇനി അടുത്ത പണി ഞാൻ തരട്ടെ. പൂച്ചയും Yes. കാക്കയൊക്കെ അവിടെ വെക്കാം. ഓക്കെ. ഓക്കെ, അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു സെന്റൻസ് തരും. അത് നിങ്ങൾ ഓക്കെ, സെന്റൻസ് ആദ്യം പറയാം. ഓക്കെ, ഇത് ആദ്യമായാണ് ഞാൻ വെബിനാറിൽ, സെന്റൻസ് കേൾക്കണേ. ഇത് ആദ്യമായാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. ഇത് ആദ്യമായാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. ഇത് ആരാണ് സന്തോഷത്തോടെ പറയാം? ഞാൻ തന്നെ പറയാം. പറയും. ഇത് ആദ്യമായാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. എക്സൈറ്റ്മെന്റോട് കൂടി. ഇത് ആദ്യമായാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. ഓക്കെ, ഇനി വേറൊരാള് ദേഷ്യത്തിൽ പറഞ്ഞേ. നല്ല ദേഷ്യത്തിൽ. ഞാൻ ആദ്യമായാണ് ഞാനാണ് വെബിനാറിൽ ഇപ്പോ സംസാരിക്കുന്നത്. വെബിനാറിൽ സംസാരിക്കുന്നത്. എല്ലാവർക്കും നല്ല ദേഷ്യമുണ്ട്. എല്ലാരും ദേഷ്യം എന്താ സ്വീറ്റ്? എല്ലാവർക്കും ദേഷ്യമാണ് കൂടുതൽ. ആദ്യമായിട്ടാണ് ഞാൻ ഈ വെബിനാറിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അടിപൊളി. അത് വേറെ വാക്ക് ചേർക്കാൻ പറ്റുമോ? ഇനി അടുത്തത് പേടിയോട് കൂടി പറയാം. പേടിച്ചിട്ട് പറയാം. ഇതേ സെന്റൻസ് പേടിച്ചിട്ട് പറയാം. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വെബിനാറിൽ സംസാരിക്കുന്നത്. അത് കരയുന്നത് പോലെയുള്ള പേടി. എവിടെ? ഞാൻ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് വെബിനാറിൽ. ഓ പറഞ്ഞാ മതി. ഞാൻ ആദ്യമായിട്ടാണ് ഈ വെബിനാറിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. പേടിച്ചിട്ട്. ഓക്കെ, ഇനി നിങ്ങൾ നല്ല കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞേ. കോൺഫിഡൻസ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഞാൻ ഇങ്ങനെ വെബിനാറിൽ ഇങ്ങനെ വെബിനാറിൽ സംസാരിക്കുന്നത്. സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് എക്സൈറ്റ്മെന്റോട് കൊടുക്കുക. ഇങ്ങനെയാ സംസാരിക്കുക. സി, ഇപ്പൊ നമ്മളെ വോയിസ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾ വീഡിയോയിൽ വന്നിട്ട് വേണം ഇത് പറയാൻ വേണ്ടി. അപ്പോഴാണ് നമുക്കത് ഫീൽ ചെയ്യാം കേട്ടോ. ഇപ്പൊ നമ്മൾ എക്സൈറ്റ്മെന്റോട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഫീൽ ചെയ്തോ എക്സൈറ്റ്മെന്റ്? എന്റെ ബോഡി ലാംഗ്വേജ് എന്നല്ലേ അത് ഫീൽ ചെയ്യുന്നത്. ദാറ്റ്സ് വൺ തിങ്. നെക്സ്റ്റ് തിങ്, ഇനി ഞാൻ പേടിയോട്, ഇത് ആദ്യമായിട്ടാ ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാ സംസാരിക്കുന്നത്. ആദ്യമായിട്ടാ ഞാൻ സംസാരിക്കുന്നത്. ആ വിറയൽ വേണം അതില്. അടുത്തത് നമുക്ക് ആങ്കർ. ഇത് ആദ്യമായിട്ടാ ഞാൻ ഈ വെബിനാറിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങനെ പറയണ്ടേ? അതാണ് ആങ്കർ. കോൺഫിഡൻസ്. ഇത് ആദ്യമായിട്ടാ ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നറിയോ? ബാറ്ററി ലോ. ബാറ്ററി ലോ അല്ല, കോൺഫിഡൻസിന് എപ്പോഴും ബാറ്ററി ഹൈ ആയിരിക്കണം. അപ്പൊ കോൺഫിഡൻസോട് കൂടി സംസാരിക്കുമ്പോൾ നമ്മൾ നല്ല പേസിൽ സംസാരിക്കണം. അതായത് ഒരു പോസ്റ്ററൊക്കെ മാറ്റി നല്ല കോൺഫിഡൻസ് പോസ്റ്ററിൽ ഇരുന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് ഞാൻ വെബിനാറിൽ സംസാരിക്കുന്നത്. അപ്പൊ അതൊരു കോൺഫിഡൻസ് ഫീലിംഗ് കിട്ടി. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? നിങ്ങളുടെ വോയിസ് മോഡുലേഷനും ബോഡി ലാംഗ്വേജും കൂടുമ്പോഴാണ് നമ്മളുടെ സംസാരം മറ്റുള്ളവർക്ക്
കണക്ഷൻ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇമോഷണൽ കണക്ഷൻ ഞാൻ പറഞ്ഞു സംസാരിക്കുന്നത് അതെപ്പോഴാ സംഭവിക്കുക? നമ്മളുടെ ബോഡി ലാംഗ്വേജും നമ്മളുടെ വോയിസും നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അലൈൻ ചെയ്യുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് അങ്ങനെയാണല്ലേ, അതുകൊണ്ടാണ് നമ്മളെ മനസ്സിൽ നിന്ന് മമ്മൂട്ടി മോഹൻലാലും ആരൊക്കെയാ ഇപ്പോൾ ഉള്ളത് അവരൊക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മളെ മനസ്സിൽ നിന്ന് പോവാത്ത. പണ്ട് മോഹൻലാൽ പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരന്ന് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആക്കി വെച്ചത് കൊണ്ടാണ്. ഓക്കെ, സോ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ആരൊക്കെ ആകാൻ പറ്റും? ട്രെയിനർ ആവാം, കോച്ച് ആവാം, മെൻഡർ ആവാം, ഫെസിലിറ്റേറ്റർ ആവാം, ആങ്കർ ആവാം, സ്പീക്കർ ആവാം, കോണ്ടന്റ് ക്രിയേറ്റർ ആവാം. ഇനി ഇതൊക്കെ തമ്മിൽ എന്താ ബന്ധം? ട്രെയിനറും കോച്ചും തമ്മിൽ എന്താ വ്യത്യാസം? ട്രെയിനറും കോച്ചും ഒന്നാണോ? അല്ല കേട്ടോ, ട്രെയിനറും കോച്ചും തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മളെ സെഷനിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ട്രെയിനർ ആവാം, കോച്ച് ആവാം, മെൻഡർ ആവാം, ഫെസിലിറ്റേറ്റർ ആവാം. കുറേ രീതിയിൽ നമുക്ക് വരുമാനം നേടാൻ പറ്റും. ഒന്ന്, ട്രെയിനിങ് പ്രോഗ്രാംസ് എടുക്കാം, വർക്ക്ഷോപ്സ് എടുക്കാം, ഓൺലൈൻ ക്ലാസ്സസ് എടുക്കാം, ട്യൂഷൻ ക്ലാസ്സസ് എടുക്കാം, കോച്ചിങ് ചെയ്യാം, സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം, പെയ്ഡ് പ്രൊമോഷൻസ് നടത്താം, പ്രോഗ്രാംസ് ആങ്കർ ചെയ്യാൻ പോവാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത ഒരാൾക്ക് ഏൺ ചെയ്യാനുള്ള മാർഗമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനി ഞാൻ ഒരാളെ ഞാൻ റെഡിയാണ് ഇന്ന് അവരെ ഒന്ന് പുഴുങ്ങിയെടുക്കാൻ. ആരാ റെഡി? ഒരു കോച്ചിങ്ങിന് ആരാ റെഡി ഉള്ളത്? ആ ആളെ ഇന്ന് വണ്ടി കിട്ടില്ല ഞാൻ വരാം. ആരാണ് റെഡി ഉള്ളവർ? ഒരാള് യെസ്. യെസ് മാം, ഞാൻ റെഡി. ആരാണ്? ഞാനെന്ന് പറഞ്ഞ ആരാ? ബുഷ്ര ആ, പറയൂ. വാ. വന്നു. എവിടെയുള്ളത്? വീഡിയോ എവിടെ? വീഡിയോയില് വരണോ? പബ്ലിക് സ്പീക്കിംഗ് ആണോ? ഓക്കെ, വെയിറ്റ്. വെയിറ്റോ? അങ്ങനെ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും? ആയി വന്നു. വന്നോ? ഓക്കെ, ഫൈൻ. അപ്പൊ ബുഷ്രാനെ നമുക്കിപ്പോ ആഡ് സ്പോട്ട്ലൈറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ബുഷ്ര മാം, നമ്മളൊരു ലൈവ് കോച്ചിങ്ങിലേക്ക് പോവാണ് കേട്ടോ. ഓക്കെ. ഒന്ന് ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്തേ. ഞാനിപ്പോ അങ്ങനെ പറയാണ്. ഹലോ. ഒരു മിനിറ്റ് മാത്രമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. എനിക്ക് നിങ്ങൾ ആരാന്ന് മനസ്സിലാവണം. അങ്ങനത്തെ ഒരു സെൽഫ് ഇൻട്രോ ചെയ്യാൻ പോവാണ്. തുടങ്ങിക്കോ. ഓക്കെ. ഹലോ എവരിവൺ, ഞാൻ ബുഷ്ര ഹസൻ, കാലിക്കടവ്. വേറെ ശബ്ദം വരുന്ന ഡിസ്റ്റർബൻസ് ആയി. ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ. കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പറഞ്ഞു. ഒന്നേന്ന് പറഞ്ഞു. ഓക്കെ. ഹലോ എവരിവൺ, ഞാൻ ബുഷ്ര ഹസൻ ഫ്രം കാലിക്കടവ്. പോരെ? നിങ്ങൾ കാലിക്കടവുള്ള ബുഷ്ര ഹസൻ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ 1 മിനിറ്റ് ഞാൻ സമയം തന്നിട്ടുണ്ടല്ലോ. 1 മിനിറ്റ് സമയമുണ്ട്. ഒന്നേന്ന് തുടങ്ങിക്കോ. ഒന്നും കൂടെ. ഓക്കെ. ഹലോ ഡിയേഴ്സ്, ഞാൻ ബുഷ്ര ഹസൻ, കാലിക്കടവ് നിന്ന് വരുന്നു. എനിക്ക് ഒരു കുട്ടിയാണുള്ളത്. 10 വയസ്സായ ഒരു മോള്, ഒരു ഹസ്ബൻഡ്. ഞാനൊരു ട്രെയിനറാണ്. ഹസ്ബൻഡോ? 10 വയസ്സായ ഒരു മോളും ഹസ്ബൻഡും ആണ് ഉള്ളത്. ഓക്കെ, ഞാനൊരു ട്രെയിനറാണ്. ഓക്കെ. ഞാൻ 1 മിനിറ്റ് സമയം കൊടുത്തിട്ടും ബുഷ്ര മാമിന് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. ഓക്കെ, നമുക്ക് ലൈവായിട്ട് നോക്കാം. അപ്പോൾ ഒരാൾ നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 1 മിനിറ്റ് സമയമുണ്ട് കേട്ടോ. സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. 1 മിനിറ്റ് സമയം എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണ്? 60 സെക്കൻഡ്. 60 സെക്കൻഡ്. അപ്പൊ നമുക്ക് ഹലോ എവരി വൺ പറഞ്ഞു. അതില് ഞാൻ ആരാന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ പറയേണ്ടത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പൊ ട്രെയിനർ ആണെന്ന് പറഞ്ഞു. പിന്നെ നമ്മളുടെ എന്താണ് വീട്ടിലുള്ള ഫാമിലിനെ കുറിച്ച് പറഞ്ഞു. ഓക്കെ, നമ്മൾ പിന്നെ പറയേണ്ടത് എന്തിന്റെ ട്രെയിനറാന്ന് അറിയണ്ടേ? ജിം ട്രെയിനർ ആണോ? അല്ല. ഫുട്ബോൾ ട്രെയിനർ ആണോ? കോച്ചങ്ങാടാണോ? അങ്ങനെ ഫുട്ബോൾ കളിപ്പിക്കാൻ പോകുന്ന ആളാണോ? അല്ല. അപ്പൊ നിങ്ങൾ എന്തിന്റെ എക്സ്പെർട്ടൈസ് ആണെന്ന് ഇവിടെ പറയണം. അത് പറയണം. അത് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ കുട്ടികളെ ഈ ഒരു കാര്യത്തിന്, ഈ ഒരു വിഷയത്തിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നു, ഇല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ഇന്ന കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുന്നു, അതെന്താന്ന് നമ്മൾ പറയണം. നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു വിഷൻ ഉണ്ടാവില്ലേ, നമ്മളെ കുറിച്ചിട്ടുള്ള ഒരു പർപ്പസ് ഉണ്ടാവില്ലേ,
അതായത് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ കാണുന്നത് എനിക്ക് ഇത്ര ആൾക്കാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പൊ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്താലോ? ഓക്കെ മാം. ആ ഹലോ എവരിവൺ, ഞാൻ ഉഷ്ര ഹസൻ ഫ്രം കാലിക്കടവ്. ഉം. ഞാനൊരു പ്രീ ലേണിംഗ് സ്കൂൾ മെന്റേഴ്സ് ട്രെയിനറാണ്. എൻ്റെ വീട്ടിൽ 4 പേരാണുള്ളത്. ഞാൻ, എൻ്റെ ഹസ്ബൻഡ്, എനിക്ക് ഒരു 10 വയസ്സുള്ള മോളുണ്ട്, പിന്നെ ഉമ്മയും. ഞങ്ങൾ 4 പേരാണ് ഉള്ളത് വീട്ടിൽ. ദാറ്റ്സ് ഓൾ. ഓക്കെ, ദാറ്റ്സ് ഓൾ എന്ന് പറയുന്നതിന് പകരം താങ്ക് യു ഓൾ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് ഇപ്പൊ എന്നെ ഫുള്ളായിട്ട് കാണുന്നില്ലേ? യെസ് എന്റെ കാണുന്നു. കൈ അനങ്ങുന്നത് കാണുന്നില്ലേ? യെസ്. അത് കാണണം. നിങ്ങൾ 2 കൈയും നിങ്ങൾ കട്ട് ചെയ്തിട്ടാ ഉള്ളത്. മാം, ഞാനൊരു ആക്സിഡന്റിൽ പെട്ടിട്ട് എൻ്റെ കൈ അനക്കാൻ പറ്റൂല. അടിപൊളി. ഞാൻ ഇവിടെ കാല് പറ്റിയിട്ട് കാലും താഴെ വെച്ചിട്ട് തന്നെ ഉള്ളത് കേട്ടോ. കയ്യിനും കാലിനും ഫ്രാക്ചർ ഉണ്ട്. അടിപൊളി. എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്നല്ലോ, നിങ്ങൾ മുന്നോട്ട് വന്നല്ലോ, സൂപ്പർ. അപ്പൊ ഞാൻ ആസ് എ കോച്ചിങ് എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, നിങ്ങൾ ഇപ്പോ ഇതേപോലെ ആയിരിക്കും ഇനിയുള്ള, ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഇന്റർവ്യൂസ് ഒക്കെ ജോലിക്ക് അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഇനിയുള്ള നമ്മളെ ഇന്റർവ്യൂസ് ഇതേപോലെ ആയിരിക്കും അല്ലേ? ഓൺലൈനിലായിരിക്കും. അപ്പൊ നമ്മൾ വന്നിരിക്കുമ്പോൾ നമ്മൾ പ്രസന്റബിൾ ആയിരിക്കണം. നമ്മളെ കൈ, നമ്മളെ കണ്ണ്, നമ്മളെ മുഖം, നമ്മളുടെ എല്ലാം അനങ്ങുന്ന രീതിയിൽ. അതായത് ഇപ്പൊ ഓക്കെ മാമിന്റെ സ്ഥിതിയിൽ അതല്ല, പക്ഷെ നമ്മളിങ്ങനെ കട്ട് ചെയ്യാതെ, മനസ്സിലായോ? ഈ കട്ട് ചെയ്യാതെ നമ്മളുടെ ക്യാമറ പൊസിഷൻ ഇതിനനുസരിച്ചിട്ട് വെക്കണം. നമ്മളെ സൂമിൽ നമ്മളെ ക്യാമറ പൊസിഷൻ ഇങ്ങനെ തിരിച്ചിടുമ്പോഴാണ് കറക്റ്റ് ആവുന്നത്. അപ്പൊ നമ്മളെ കൈ ഇങ്ങനെ ഇപ്പൊ മാം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നേരെ തിരിച്ചു വെച്ചിരുന്നെങ്കിൽ എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ, കൈക്ക് ഇങ്ങനെ പറ്റിയിട്ടുണ്ടല്ലേ എന്നുള്ളൊരു ഫീലിംഗ് നമ്മൾ എത്തും. ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ഓക്കെ, അപ്പോ മാം ഇപ്പൊ സംസാരിച്ചതിൽ ഞാൻ പറയുന്നു, യുവർ വോയിസ് ഇസ് ടു ഗുഡ്. നല്ല ക്വാളിറ്റി ഉണ്ട്, പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്, പറയുന്നത് നമുക്ക് കേൾക്കുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്, നല്ല സ്മൈൽ ഉണ്ട്, നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നുണ്ട്, സൂപ്പറാണ്. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ക്യാമറ ഒന്ന് ശരിയാക്കുക. അപ്പൊ എന്താവും, ആളുകൾക്ക് കുറച്ചും കൂടിയും കണക്ഷൻ ഫീൽ ചെയ്യും. നമ്മൾ ഇവിടെ എന്താ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ കണക്ഷൻ കിട്ടാൻ വേണ്ടി. സോഫയിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു അറിയാം, comfortable- അത് പെട്ടെന്നുള്ള സംഭവമല്ല, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഞാൻ നേരത്തെ പറയാതിരുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. എന്നാലും ഞാൻ ലാസ്റ്റ് ഒരു വാക്ക്, ഒരു സെന്റൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പേഴ്സണൽ കോച്ചിങ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ. കേട്ടവർക്ക് അത് മനസ്സിലായിട്ടും ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളെ പോസ്ചർ, നമ്മളെ വോയിസ്, നമ്മളെ ഐ കോണ്ടാക്ട്, നമ്മളെ ഹാൻഡ് മൂവ്മെന്റ്സ് ഒക്കെ കൂടുമ്പോഴാണ് നമ്മളെ വീഡിയോ സൂപ്പർ ആവുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ നമ്മളുടെ Thank you. താങ്ക് യു സോ മച്ച് ഡിയർ. ഈ ഒരു എഫേർട്ട് ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നു, ആരും വരാതിരിക്കുമോ. താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു. അപ്പോ നമ്മളുടെ ബിക്കം എ പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനർ കോഴ്സിൽ ഇതേപോലെ ഓരോരാളെ ഇരുത്തിയിട്ട് കോച്ച് ചെയ്തിട്ടാണ് വിടുന്നത്. നാളെ നമ്മളെ സ്റ്റുഡന്റിന്റെ വെബിനാർ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഇതേ സമയത്ത് നമ്മളെ സ്റ്റുഡന്റിന്റെ വെബിനാർ ഉണ്ടാവും. അപ്പൊ ഇതിൽ നമ്മൾ എന്തൊക്കെയാ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ, കോണ്ടന്റ് എങ്ങനെയാ ക്രാഫ്റ്റ് ചെയ്യേണ്ടത്, ഓരോ സമയത്തിനെ ക്രമീകരിച്ചിട്ട് എങ്ങനെയാ സംസാരിക്കേണ്ടത്, AI ടൂൾസ് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, നമ്മളെ സോഷ്യൽ മീഡിയ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത്, ക്യാമറയിൽ അപ്പിയർ ചെയ്യുമ്പം എങ്ങനെയായിരിക്കണം അപ്പിയർ ചെയ്യേണ്ടത്, ഓരോ സോഷ്യൽ മീഡിയയിലും ഓരോ രീതിയിലായിരിക്കും നമ്മൾ അപ്പിയർ ചെയ്യേണ്ടത്. അപ്പൊ ലൈറ്റിങ്, എല്ലാ കുറേ കാര്യങ്ങളുണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. എന്ന് വിചാരിച്ച് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാതിരിക്കരുത്. സ്റ്റാർട്ട് ചെയ്തിട്ട് വേണം നമ്മളിങ്ങനെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ വിഷ്വൽ എയ്ഡ്സ് എങ്ങനെയാ ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഓഡിയൻസിനെ നമ്മളുടെ കൂടെ പിടിച്ചിരുത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മൾ വർക്ക്ഷോപ്സ് എങ്ങനെയാ കണ്ടക്ട് ചെയ്യേണ്ടത്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. സ്റ്റോറി ടെല്ലിങ്, കഥ പറയാൻ അറിഞ്ഞിരിക്കണം. ഓരോ ട്രെയിനേഴ്സും അറിഞ്ഞിരിക്കേണ്ട സംഭവമാണ് കഥ പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി ഒരു ബിസിനസ് മാൻ ആയാലും ഇന്നത്തെ കാലത്ത് നിങ്ങൾ തന്നെ കാണുന്നുണ്ടാവും, കുറേ റീൽസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവരവരുടെ സ്റ്റോറിയാണ് പറയുന്നത്. ആ സ്റ്റോറിയിലാണ് നമ്മളിങ്ങനെ ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് അതിലിങ്ങനെ ഇരുന്ന് പോകുന്നത്. ഓ അങ്ങനെയായിരുന്നല്ലേ. അപ്പൊ സ്റ്റോറി ടെല്ലിംഗ് പഠിക്കാനുണ്ട്. ഒരുപാട് ടെക്നിക്സ് ടു ഓവർകം യുവർ ഫിയർ. ബുക്കിലുള്ളതല്ല കേട്ടോ, ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ബാക്കി എൻ്റെ സ്വന്തം എക്സ്പീരിയൻസിൽ ഞാൻ എങ്ങനെയാ ഈ ഫിയർ ഓവർകം ചെയ്തത് നടക്കുകയാണ് ഈ ഒരു കോഴ്സിൽ ഞാൻ പഠിപ്പിക്കുന്നത്. നിങ്ങളിനി എന്തോ ആയിക്കോട്ടെ, നിങ്ങളിനി ബിസിനസ് മാൻ ആണെങ്കിലും നിങ്ങൾക്ക് സെഷൻസ് എടുക്കാൻ പറ്റും. ഇനിയല്ല ഹൗസ് വൈഫ്സ് ആണെങ്കിലും
നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകാം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടേത് മാത്രമാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ് ദാറ്റ് യു ആർ ഡൂയിങ്. അപ്പം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളുടെ സ്റ്റുഡൻസിൻ്റെ കഴിഞ്ഞ ബാച്ചിലെ ഒരാളുടെ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് തന്ന ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു മിനിറ്റ്. സ്മിത മാമിൻ്റെ ആണ്. അവരാദ്യം സംസാരിച്ച ശൈലിയും 1 മാസം നമ്മളുടെ കോഴ്സിൽ വന്നതിന് സംസാരിച്ചതിനുള്ള ശൈലി വ്യത്യാസം. ഓക്കെ, ഐ ഹോപ്പ് യു ക്യാൻ സീ മൈ സ്ക്രീൻ. കാണുന്നുണ്ടോ? Yes. യെസ്. Yes. ഇതൊന്ന് Yes. കേട്ടോ. ഇത് സ്മിത മാമിന്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ആണ് കേട്ടോ. നമ്മളെ കോഴ്സിൽ വന്നിട്ട് നമ്മൾ ടാസ്ക് കൊടുക്കും, അതിന്റെ അറ്റംപ്റ്റ് ആണേ. Hi, today I'm going to talk about 5 E's and 5 P's of public speaking. The 5 E's are energetic, empowered. ഓക്കെ, കേട്ടല്ലോ എല്ലാവരും? Yes. Yes, yes. 1 മാസം കഴിഞ്ഞ ഉടനെയുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. അവരൊരു ബിസിനസ് ലേഡിയും കൂടിയാണ്. അപ്പോൾ അവര് ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് പോഡ്കാസ്റ്റ് കൊടുക്കാൻ പോയി. യൂട്യൂബിലുണ്ട് കേട്ടോ വീഡിയോ. ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ്. മാമിന്റെ ശബ്ദത്തോടെയാണ് കേട്ടോ. കാണുന്നുണ്ടോ? No. കാണുന്നുണ്ട്. ഓക്കെ മാം, കാണുന്നുണ്ട്. Okay. അതേ സെയിം സ്മിത മാം ആണ്. 1 മാസത്തെ നമ്മളുടെ കോഴ്സിന്റെ വ്യത്യാസമാണ്. മാം US UK ആണ് നമ്മുടെ മെയിൻ ക്ലയൻസ് ഉള്ളത്. പിന്നെ നമുക്ക് ഇന്ത്യൻ ബേസ്ഡ് ക്ലയൻസും ഉണ്ട്. മഹാരാഷ്ട്രയിൽ നമ്മൾ പ്ലാറ്റ്ഫോം ബേസ്ഡ് പ്രോജക്ട്സ് ആസ് വെൽ സർവീസ് ബേസ്ഡ് പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ അല്ലാതെ കോബിൽഡ് ചെയ്ത് ബിസിനസ് ഓണേഴ്സ്. മാം US UK ആണ് നമ്മുടെ മെയിൻ ക്ലയൻസ്. വ്യത്യാസം മനസ്സിലായോ എല്ലാവർക്കും? ഈ ഓക്കെ. സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാലുള്ള വ്യത്യാസം മനസ്സിലായി. ആള് കോയമ്പത്തൂരിൽ ബിസിനസ് നടത്തുന്നതാണ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ആണ്. ആളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് TV-യിൽ പോഡ്കാസ്റ്റിന് വേണ്ടി വിളിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം അവർക്ക് പേടിയായിരുന്നു. ഈ ഒരു സെഷനൊക്കെ കടന്നു കഴിഞ്ഞപ്പോൾ ഷി ബിൽഡ് ദ സ്ട്രെങ്ത് ആൻഡ് ഷി വെന്റ് ആൻഡ് ഷീ സോ ഹാപ്പി ആൻഡ് ഐ ആം സൂപ്പർ ഹാപ്പി ഫോർ ഹെർ. അപ്പൊ ആളെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്, ഒരു ദിവസം വെബിനാറിന് ഇവിടെ വരുന്നുണ്ടാകും. സോ ഹാപ്പി. ഈ ഒരു കോഴ്സ് ത്രൂ കടന്നു പോയപ്പോൾ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഇതേപോലെ അവരുടെ ലൈഫിൽ ഒരു നെക്സ്റ്റ് ലെവലിൽ എത്താൻ പറ്റുന്നുണ്ടെന്ന് പറയുമ്പോൾ അറിഞ്ഞൂടാ എന്താ പറയണ്ടത്. ഇറ്റ് മേക്സ് മീ സോ ഹാപ്പി ദാറ്റ് സി. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ കുറെ നേരം ഇവിടെ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിലും ഇറ്റ്സ് മൈ മൈൻഡ് ദാറ്റ് ഇസ് മേക്കിംഗ് മീ സോ ഹാപ്പി ടുഡേ ടു ബി ഇൻ ഫ്രണ്ട് ഓഫ് യു. കാരണം ഈ ഒരു സ്കില്ല് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഐ എം എൻ എഞ്ചിനീയർ. പക്ഷെ എഞ്ചിനീയർ ആയിട്ട് സത്യം പറഞ്ഞാൽ ആർക്കും എന്നെ അറിയില്ലായിരുന്നു. ആ ഒരു കമ്പനിയിലെ കുറച്ചൊരു എണ്ണിച്ചുട്ടാലുള്ള 5-6 പേർക്ക് എന്നെ അറിയാം. ഓ ലൈല ഇരിക്കോ, അത്രേ ഉള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ ഒന്ന് ചുറ്റുമ്പോൾ കുറച്ചു പേരെങ്കിലും അന്ന് സ്റ്റേജിൽ സംസാരിച്ച ആളല്ലേ, ഓ മാമേ നല്ല രസമുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ കേൾക്കുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, ഒരു 1.5 സന്തോഷാട്ടോ. സോ ഹാപ്പി. പടച്ചോൻ എന്നെ ഈ ഒരു ഏരിയയിൽ എത്തിച്ചതിനും ഇവിടം വരെ എത്തിച്ചതിനും ഐ എം സോ ഹാപ്പി. സോ നിങ്ങൾക്കും ഇതേപോലെ എൻ്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം കേട്ടോ. എൻ്റെ കോഴ്സിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതിന്റെ എത്രയാണ് ഇതിന്റെ പീരീഡ് മന്താണോ എത്ര ഡേയ്സ്? ഇത് ആക്ച്വലി 45 ദിവസമാണ്. 45 ദിവസമാണെന്ന് പറയും. ആഴ്ചയിൽ 2 പ്രാവശ്യമായിരിക്കും നമ്മൾ ലൈവിൽ ഇതേപോലെ ഇരിക്കുക. ഏകദേശം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇതിൽ കുറെ കാര്യങ്ങൾ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കൽ മാത്രമല്ല ഇതേപോലെ ചെയ്യിപ്പിക്കുകയും ചെയ്യും കേട്ടോ. ചെയ്യുമ്പോഴാണല്ലോ വ്യത്യാസം വരിക. ചെയ്യുകയും വേണം, അതേപോലെ ഫീഡ്ബാക്കും തരുന്നുണ്ടാവും. പിന്നെ ഈ ആഴ്ചയിൽ 2 ദിവസം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസം നമ്മൾ വാട്സാപ്പ് ത്രൂ ഒരുപാട് ആക്ടിവിറ്റീസ് തരുന്നുണ്ടാവും. അതൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പോളിഷിങ് വരുന്നത്. ഓ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലേ, ഓ ഇങ്ങനെയാണല്ലേ ചെയ്യേണ്ടത്, അത് ശരി അവിടെയാണല്ലേ ഞാൻ പിടിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ. അങ്ങനെയാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. ടൈം എങ്ങനെയാണ്? ടൈം ആക്ച്വലി ഇത് ഓൺലൈൻ ആയതുകൊണ്ട് നമ്മളെ ഗ്രൂപ്പിൽ വന്നതിന് ശേഷം ആണ് നമ്മളെ സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിട്ട് എല്ലാവരും ഒരു കംഫർട്ടബിൾ ടൈമിലാണ് വെക്കാറ്. ഇതുവരെ വെച്ചിട്ടുള്ള ടൈം രാത്രി ഇതേപോലെ 7:30 അല്ലെങ്കിൽ 8 o'clock ആയിരിക്കും.
ഇല്ല, അത് പറ്റാത്ത ഏതോ ഒരു ബാച്ചിന് ഞാൻ ഉച്ചയ്ക്ക് 2 മണി തൊട്ട് 4 മണി വരെയും ചെയ്തിട്ടുണ്ട്. ഓ അങ്ങനെ എന്താണോ എല്ലാവരും കംഫർട്ടബിൾ ടൈം അങ്ങനെയാ ചെയ്യാറ്. ഓക്കെ, ഉം. അപ്പൊ നമ്മളുടെ കോഴ്സിനെ കുറിച്ച് അറിയാനൊക്കെ നമ്മളുടെ ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടുണ്ടോ? സീനത്ത് ഇട്ടിട്ടുണ്ടോ? സീനത്ത് ഓക്കെ, സീനത്ത് അതിൽ ഇട്ടിട്ടുണ്ട്. നമ്മളുടെ ഇതിലുണ്ട് ഡീറ്റെയിൽസ് ഒക്കെ. എല്ലാവരും അത് നോക്കുക. എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പേഴ്സണലി ആയാലും കോൺടാക്ട് ചെയ്യാം, നോ ഇഷ്യൂസ്. നിങ്ങൾക്ക് ഇതേപോലെ, കാരണം ഹൗസ് വൈഫ്സ് ഒരുപാട് പേര് ഇതിലേക്ക് വന്നിട്ട് അവർ ട്യൂഷൻസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ടു ടെൽ യു ദ ട്രൂത്ത്. കാരണം അവർക്ക് ഈ ഓൺലൈനിൽ എങ്ങനെ ക്ലാസ് എടുക്കണ്ടേന്ന് അറിയുന്നത് കൊണ്ട് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്. മെയിൽസ് വന്നതൊക്കെ മോസ്റ്റ്ലി ബിസിനസ് പർപ്പസിലായിരിക്കും. എങ്ങനെയാണ് ആ ബിസിനസ്സിൽ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു പ്രസൻറ്റേഷൻ കൊടുക്കുക. ഇപ്പം ലാസ്റ്റ് വന്നത് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അപ്പൊ അവർക്ക് അവരുടെ കമ്പനിയുടെ മരുന്നൊക്കെ സപ്ലൈ ചെയ്യുമ്പോൾ ആ മരുന്നിനെ കുറിച്ച് ഡോക്ടറുടെ മുന്നിൽ ഡോക്ടർ കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ പതറിപ്പോകുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ട്, അപ്പോൾ ജസ്റ്റ് തിങ്ക് ഈ ഒരു സ്കില്ല് എവിടെയൊക്കെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ സെഷൻ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ കൂടെ ഇവിടെ ഇരുന്നതിനും താങ്ക് യു സോ മച്ച് മൈ ഡിയേഴ്സ്. ഐ എം സോ ഹാപ്പി. നിങ്ങൾ ഇത്രയും നേരം എനിക്ക് തന്നതിന് താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും Thank you, ma'am. Thank you. Very useful Thank you, session. ma'am. Very ഒരുപാട് useful session. മനസ്സിലാക്കാൻ സാധിച്ചു. താങ്ക് യു സോ മച്ച്. പിന്നെ എനിക്ക് ബാറ്ററി ലോ ആയി പോയി മാം. ബാറ്ററി ഇല്ലാത്തത് എനിക്ക് അത് ആ വീഡിയോ ഓൺ ബാറ്ററി ആക്കാൻ ലോ ആണ് നേരത്തെ പറയുന്നത് കേട്ടതല്ലേ. എന്റേതായാലും ഇന്ന് നമുക്ക് കുറെ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നതുകൊണ്ട് കുറച്ചൊരു കണക്ഷൻ വിട്ടതുപോലെ ഉണ്ട്. എന്നാലും അൽഹംദുലില്ലാ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഏകദേശം ഒന്ന് ക്ലിയർ ആയി കിട്ടിയത്. ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. ആബിദ് സാർ അല്ലേ? ആബിദ് സാർ മാത്രമാണ് ഫുൾ ടൈം വീഡിയോയിൽ വന്നിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തത്. താങ്ക് യു സോ മച്ച് സർ. സോ ഗ്രേറ്റ്ഫുൾ ടു യു ഫോർ ദാറ്റ്. താങ്ക് യു. Thank you, ma'am. Very useful session. വയ്യാതിരുന്നിട്ടും നേരിട്ട് വന്ന് എൻ്റെ കൂടെ കോച്ചിങ്ങിൽ ഇരിക്കണം എന്നുള്ള മനസ്സൊക്കെ കാണിച്ചില്ല. ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു യു ഡിയർ. താങ്ക് യു. നിങ്ങൾ എല്ലാവരും നമ്മളെ ഗ്രൂപ്പിലുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ. അല്ലാതെ അയ്യോ ഇവരോട് പോയിട്ട് ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കാം. നോ ഇഷ്യൂസ് ഓൺ ദാറ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഡിയർ. അപ്പൊ സെഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. Okay, ma'am. Thank you. Bye. താങ്ക് യു.